ഓശാന ഞായർ ദിവസം ഫോർട്ട് കൊച്ചി ബസിലിക്ക പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എത്തിയതാണല്ലേ? വിശുദ്ധ വാരത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് കുരുത്തോല പെരുന്നാൾ ഓശാന ഞായർ. വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാവരും വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ദേവാലയങ്ങളിൽ എത്തിച്ചേരുകയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റേതുമായിട്ടുള്ള ഈ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ നിമിഷങ്ങളിൽ എല്ലാവരും ഒന്നുചേരുകയും ചെയ്യുന്ന ഒന്നാണ്. എല്ലാ ദേവാലയങ്ങളിലും, ഈ കൊച്ചിയിലെ എല്ലാ ദേവാലയങ്ങളിലും ഇതുപോലെ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും എത്തിച്ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സാമൂഹിക സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ, തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരവസരമാണ്. എല്ലാവരെയും നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരമാവധി എല്ലാ പള്ളികളും സന്ദർശനം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പള്ളികളും, ഞങ്ങളിന്നിപ്പോൾ 2 പള്ളി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. പല സമയങ്ങളിലാണ് കുർബാനകൾ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എത്തിച്ചേർന്ന പ്രദക്ഷിണമെല്ലാം എത്തിച്ചേരുന്ന സമയത്ത് ഇവിടെ 3ാമത്തെ പള്ളിയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് മണ്ഡലത്തിൽ നൽകുന്ന ഒരു പ്രതീക്ഷ? അല്ല, തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം 10 വർഷക്കാലത്തെ പിണറായിയുടെ സർക്കാരിനെതിരായി, ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ജനങ്ങളത് അവരുടെ സന്ദേശം സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ഡയറക്റ്റായി ലഭിക്കുന്ന അവസരം ജനങ്ങൾ ഫലപ്രദമായി അത് ഉപയോഗപ്പെടുത്തും. വിവാദങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഭരണമില്ലായ്മയും ഈ സർക്കാരിൻ്റെ മുഖമുദ്രയായിരുന്നു. സാധാരണക്കാരനും പാവപ്പെട്ടവനും നീതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണിക പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരായിട്ടുള്ളൊരു വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അത് ജനങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വരെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിലും ഒക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ചരിത്രത്തിൽ ഇന്നുവരെ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ നേരിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നേരിട്ട് പറയാൻ കഴിയാത്ത ആളുകൾ നിശബ്ദമായ വോട്ടിലൂടെ അത് പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഭരണത്തിൻ്റെ സാഹചര്യത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വികസന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങളോ റോഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നടത്തിയതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ വികസനം കൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഒരു നാടിൻ്റെ വികസനം എന്നൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും വലിയ വികസന പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമെല്ലാം എക്കാലത്തും തുനിഞ്ഞിരുന്ന സർക്കാരുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും നയിച്ചിരുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പല സാഹചര്യങ്ങളിലും അവരത് തെളിയിച്ചിട്ടുണ്ട്. ആ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം വികസനത്തിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് ജനകീയ മുഖമുള്ള പദ്ധതികളൊന്നുമല്ല. അത് ഈ നാടിനെ തകർക്കുന്ന പദ്ധതികളാണ്. ഇപ്പോൾ കേരളയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ തീരദേശ ഹൈവേ ആണെങ്കിലും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഈ നാടിനെ തകർക്കുന്ന ഒന്നുകൂടിയിട്ടാണ്. അതുകൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്. അത് താങ്ങാനുള്ള കരുത്ത് കേരളത്തിനുണ്ടാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ചും ഒരു ലെഫ്റ്റായി ചിന്തിക്കുന്ന സമൂഹം മുഴുവൻ ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചത്. സർക്കാർ ഇപ്പോഴും അതിന് പുറകെ തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇവിടെ തന്നെ കടുത്ത വേനലാണ്. ഈ കടുത്ത വേനലിൽ കുടിവെള്ളം കിട്ടാത്ത എത്ര ആളുകളുണ്ട്. ഞാൻ ഈ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം പോകുന്ന സ്ഥലങ്ങളിൽ അമ്മമാരുടെ ഏറ്റവും വലിയ പരാതി കുടിവെള്ളമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് മനുഷ്യൻ്റെ ജീവവായു നിലനിർത്താൻ വേണ്ടി അവന് ശുദ്ധവെള്ളം കൊടുക്കുക എന്നുള്ളത്. വെള്ളം കൊടുക്കാൻ പോലും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ആശുപത്രികളുടെ ശോചനീയാവസ്ഥകൾ, കെട്ടിടങ്ങളുണ്ട്, സ്ഥലമുണ്ട്, പക്ഷേ ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ ആവശ്യത്തിന് മരുന്നോ ഒന്നും ഒരു ആശുപത്രിയിലുമില്ല. ഒരു സർജറി നടത്താൻ പോലുള്ള സൗകര്യങ്ങളില്ല.
ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ കുടിവെള്ളവും ആശുപത്രികളുടെ ശോചനീയാവസ്ഥയും അതുപോലെ ദുരിതപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നയിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. ഈ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് പിന്തുണ ഉറപ്പിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓശാന ഞായറിനോടനുബന്ധിച്ച് കൊച്ചി മണ്ഡലത്തിലെ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷ് കുമാർ CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.